പ്രൈസ് ദി ലോർഡ്. എക്സൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ഒരു പുതിയ ഹെബ്രായ പേരാണ് പഠിക്കുന്നത്, യഹോവ ശബയോത്ത്. ഒരു ന്യൂക്ലിയർ മിസൈൽ നമ്മുടെ ശത്രുയുടെ ക്യാമ്പിലേക്ക് അയക്കുമ്പോൾ എന്ത് ശക്തിയാണ്, അതേ ശക്തിയാണ് ദൈവത്തിൻ്റെ ഈ പേരിന്. ദൈവത്തിൻ്റെ ഈ ഉടമ്പടി പേര് ദൈവത്തിൻ്റെ ശക്തിയെ മാത്രം വർണ്ണിക്കുകയല്ല, പക്ഷെ നമ്മൾ ഈ പേര് പറയുമ്പോൾ തന്നെ ആത്മമടുത്ത് വലിയ ചലനം ഉണ്ടാവും. ദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും. ദൈവത്തിന് പല പല സ്വഭാവങ്ങളുണ്ട്. ശക്തനായ യോദ്ധാവ്, യുദ്ധവീരനായ കർത്താവ്. ലോർഡ് ഈസ് എ മാൻ ഓഫ് വാർ, മൈറ്റി വാറിയർ. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ ഈ പേര് നമ്മുടെ പ്രാർത്ഥനയിൽ ഉപയോഗിക്കാറില്ല. പക്ഷേ പഴയ നിയമ ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ഈ പേരിൻ്റെ ശക്തി ആഴമായി മനസ്സിലാക്കിയിരുന്നു. 285 പ്രാവശ്യമാണ് ദൈവത്തിൻ്റെ ഈ പേര് നമ്മുടെ ഈ വചനത്തിൽ കാണുന്നത്. ശബയോത്തിൻ്റെ അർത്ഥം ഓർഗനൈസ്ഡ് മിലിറ്ററി ഫോഴ്സ്. സങ്കീർത്തനം 24:8 മഹത്വത്തിൻ്റെ രാജാവ് ആര്? യുദ്ധവീരനായ കർത്താവ്. സങ്കീർത്തനം 68:17 ദൈവത്തിൻ്റെ രഥങ്ങൾ 1000 കോടിയാകുന്നു, കർത്താവ് അതിൻ്റെ മധ്യേ വസിക്കുന്നു. ഈ ദൂതന്മാരെ നമുക്ക് വേണ്ടി സജീവാക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഉത്തരം സങ്കീർത്തനം 103:20 നമുക്ക് കാണാം. വചനത്തിൻ്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവൻ്റെ ദൂതന്മാർ. നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായോട് പറയുമ്പോൾ, ഡിക്ലെയർ ചെയ്യുമ്പോൾ, ദൈവം മാത്രമല്ല കേൾക്കുന്നത്, ദൈവത്തിൻ്റെ ദൂതന്മാരും നമുക്ക് വേണ്ടി സജീവമാവും. ജോഷുവ 5:14 ദൈവം ജോഷുവയോട് പറയുന്നു, ഞാൻ കമാൻഡർ ഓഫ് ദ ആർമിയായി വന്ന് ഇരിക്കുന്നു, സൈന്യത്തിൻ്റെ അധിപനായി. 6:2 ദൈവം യോശുവയോട് പറയുന്നുണ്ട്, ഞാൻ ഈ സിറ്റിയെ തന്നിരിക്കും. ഐ ഹവ് ഗിവൻ യു ദിസ് സിറ്റി. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഇസ്രായേൽ മക്കൾ ഒന്നിച്ച് 7-ാം ദിവസം ദൈവത്തെ സ്തുതിച്ച് ആർത്തപ്പോൾ ദൈവം അതിൻ്റെ കൊടാനുകൊടി ദൂതനും ഇറങ്ങി ഇങ്ങ് വന്നു. എരിഹോ മതിൽ മണ്ണിൻ്റെ അടിയിലേക്ക് പോയി. ഈ ഭിത്തിയുടെ വീതി എന്ന് വെച്ചാൽ 8 കുതിരകൾ ഒന്നിച്ച് ഹോഴ്സ് റേസിംഗ് ചെയ്യും. ഈ യഹോവ ശബയോത്ത് വേർഡ് പേര് ആദ്യമായിട്ട് ഹന്നയാണ് വചനത്തിൽ ഉപയോഗിക്കുന്നത്. 1 ശമൂവേൽ 1:11 വാക്യത്തിൽ നമുക്ക് കാണാം. ഹന്നയ്ക്ക് അറിയാമായിരുന്നു, ഹന്നയുടെ പോരാട്ടം ജഡരക്തമല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ശക്തികളാണ്. ഹന്നയ്ക്ക് വരാൻ പോകുന്ന മകൻ ഇസ്രായേലിൻ്റെ ന്യായാധിപനും പ്രവാചകനുമാണ്, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന മകൻ. അതുകൊണ്ട് അതിന് തടയുന്ന ശക്തികളുണ്ട്. അതിൻ്റെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ്റെ ആവശ്യമുണ്ട്. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ സിറിയയുടെ രാജാവ് ശക്തിശാലി രഥങ്ങളും കുതിരകളുമായിട്ട് നഗരം വലഞ്ഞിരിക്കുകയാണ്. എലിശയുടെ ബാലക്കാരൻ ഇത് കണ്ടപ്പോൾ ഭയപ്പെട്ടു പോയി. എലിശ പറഞ്ഞു, ഭയപ്പെടാതെ, അവരെക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. എലിശ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ബാലക്കാരൻ്റെ കണ്ണ് തുറന്നു കണ്ടത് അഗ്നിമയ രഥങ്ങളും കുതിരകളും കൊണ്ട് മല നിറഞ്ഞു നിൽക്കുന്നു. ഇത് ആരുടെ സൈന്യമാണ്? യഹോവ ശബയോത്ത്, സൈന്യങ്ങളുടെ യഹോവയുടെ സൈന്യമാണ്. 1 ശമൂവേൽ 17:45 ദാവീദ് ഗോലിയാത്തിനോട് പറയുവാണ്, നീ വാളും കുന്തും വേളുമായിട്ടാണ് എൻ്റെ അടുക്ക വന്നേക്കുന്നത്, പക്ഷെ ഞാൻ സൈന്യങ്ങളുടെ യഹോവ ശബയോത്ത്, അല്ലെങ്കിൽ ദ ഗോഡ് ഓഫ് ആർമീസ് ഓഫ് ഇസ്രായേൽ, ആ നാമത്തിലാണ് വന്നേക്കുന്നത്. സൗളും അതിൻ്റെ മുഴുവൻ സൈന്യവും ഗോലിയാത്തിനെ ഭയപ്പെട്ടെങ്കിലും ദാവീദ് ഭയപ്പെട്ടില്ല. ദാവീദിനെ അറിയാവുന്ന ദാവീദിൻ്റെ ദൈവം ആരാന്നുള്ളത്. പുരാതന കാലത്ത് ഏറ്റവും ക്രൂരമായ ഒരു സൈന്യമായിരുന്നു അസീരിയൻ ആർമി. അതിൻ്റെ കമാൻഡറായിരുന്നു സെൻഹെരീബ്. യഹോവ ദൈവത്തെ കളിയാക്കി മുഴുവൻ ഇസ്രായേൽ മക്കളെ ഉന്മൂലനം ചെയ്യുന്ന ഭീഷണിപ്പെടുത്തി. യെശയ്യാവ് 37:16 നമുക്ക് വായിക്കാം. ഇത് കേട്ടപ്പോൾ ഹിസ്കിയാ രാജാവ് യുദ്ധത്തിന് പോയില്ല. ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി യഹോവ ശബയോത്ത്, അല്ലെങ്കിൽ സൈന്യങ്ങളുടെ യഹോവയോട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി തന്നെ ദൈവം ഒരു ദൂതനെ അയച്ച് 1,80,000 അശൂർ പടയാളികളെ നശിപ്പിച്ചു.
ഗെത്സമനെ തോട്ടത്തിൽ റോമൻ പടയാളികൾ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ദൈവം പറഞ്ഞത്, എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ എനിക്ക് 12 ലഗ്യോ ദൂതന്മാരെ അയക്കും. ഒരു ലഗ്യോ എന്ന് വെച്ചാൽ 6000 ദൂതന്മാരാണ്. പക്ഷേ യേശു ക്രിസ്തു സ്വയം നമുക്ക് വേണ്ടി യാഗമായി. യാക്കോബ് 5:4 കൂലി കഴിയുന്നു. വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ യഹോവയുടെ ചെവിയിൽ എത്തിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ ലോർഡ് ഓഫ് ശബയോത്ത് തന്നെ കൊടുത്തേക്കുന്നത്. നമ്മുടെ കൂലി, നമ്മുടെ അവകാശം, നമ്മുടെ സമ്പാദ്യം ഒക്കെ ശത്രു പിടിച്ചു വെച്ചേക്കുവാണ്. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു യുദ്ധമാണ്. ആ യുദ്ധം നമ്മുടെ കഴിവോട് ജയിക്കത്തില്ല. ഈ സൈന്യങ്ങളുടെ യഹോവ നമ്മളെ സഹായിച്ചാലേ പറ്റത്തുള്ളൂ. ഈ സമയത്ത് എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നു. ഭീകരമാം ചെങ്കടലും മിസ്രൈം സൈന്യം നിറഞ്ഞു നിൽക്കുന്നു. ഭീഷണിയായി മുമ്പും പിമ്പും ഭീതിപ്പെടുത്തുമ്പോൾ മഹത്വരാജനായി സേനയിൻ വീരനായി അഭിയന്തൻ അവർക്കൊന്നുമേ എന്നുവെച്ചാൽ അന്ന് അവരുടെ മുമ്പേ ചെങ്കടൽ പോലത്തെ വിഷയം വന്നപ്പോൾ ഈ സൈന്യങ്ങളുടെ യഹോവയാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്. ഇന്ന് നമുക്ക് നമ്മുടെ സൈന്യങ്ങളുടെ യഹോവ യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും നമ്മുടെ വിഷയത്തിന്. ഈ വചനത്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.